ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി നെത്തോലി അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് നെത്തോലിയിൽ ഉപ്പും മഞ്ഞളും അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് ഒന്ന് അരപ്പ് പരട്ടി വെച്ചിട്ടുണ്ട്. ഓവർനൈറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത്രയും അരപ്പ് പിടിക്കുക അതിനകത്ത്. ഞാൻ ഇവിടെ ഒരു 3-4 മണിക്കൂർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലെണ്ണ ഉപയോഗിക്കരുത്, വെളിച്ചെണ്ണ ഉപയോഗിച്ച് തന്നെ ഫ്രൈ ചെയ്യണം. ഒരുപാട് കറുമുറാന്നാവാതെ ദാണ്ട് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന പോലെ ഒരുവിധം മൂത്താൽ മാത്രം മതി. ആ എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ആ നെത്തോലിയുടെ പൊടി എടുത്ത് കളഞ്ഞിട്ട് വേണം അച്ചാറിടാൻ. കരിഞ്ഞ പൊടി കാണുമല്ലോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് കറിവേപ്പില, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ നെത്തോലിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, എന്നാലും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാത്തവർ സാധാ എരിവുള്ള മുളക് പൊടി ചേർത്താൽ മതി, പക്ഷേ ക്വാണ്ടിറ്റി കുറച്ച് വേണം ചേർക്കുക. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതൊരു 3-4 സ്പൂൺ ഇടുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നെത്തോലി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫൈനലി നമ്മൾ കായപ്പൊടി ചേർക്കുകയാണ്. കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കണം. നെത്തോലി അച്ചാറിന് ചാറ് വേണ്ടുന്നവർ ഇച്ചിരി അധികം വിനാഗിരി ചേർത്താൽ മാത്രം മതി. അതുപോലെ തന്നെ കേടാവാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോഴത്തേക്ക് 2-3 ദിവസമൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ വിനാഗിരി അധികം ചേർക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നെത്തോലി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായിട്ട് വീണ്ടും കാണാം.